ഇ.ടി. മുഹമ്മദ് ബഷീർ ഏറ്റവും മുതിർന്ന നേതാവ്, ലീഗ് നേതാവ് നോക്കുമ്പം ഇ.ടി. ദീർഘകാലത്തെ ബന്ധമാണ്. അതിനെ ഇഴപിരിച്ച് പറയാൻ കഴിയാത്തത്ര സുദീർഘമായ ഇടപെടലുകൾ നിങ്ങൾ തമ്മിൽ സൗഹൃദത്തിന്റെ ആഴമുണ്ട്. അങ്ങെങ്ങനെ ഈ നിമിഷം? വളരെ ദുഃഖം ഉള്ള സംഗതിയാണ്. കാരണം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും നല്ല സ്വഭാവശുദ്ധിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഇബ്രാഹിം കുഞ്ഞ് കൈകാര്യം ചെയ്ത PWD കൈകാര്യം ചെയ്യുന്ന കാലത്ത് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അവിടെ PWDക്ക് ചില നിബന്ധനകളുണ്ടായിരുന്നു. ഇന്നമാതിരി വലിയ റോഡുകളാണ് പറ്റുള്ളൂ. അങ്ങനെ പല ശരിക്കും ആ മാനുവലൊക്കെ ഞങ്ങൾക്ക് തന്നെ വൺ ടൈം എഗ്രിമെന്റ്, അതായത് വൺ ടൈം സെറ്റിൽമെന്റ്, അങ്ങനെ ഒറ്റ തവണ അത് പ്രകാരം മിക്കവാറും കേരളത്തെ മുഴുവനും MLA-മാരെ തൃപ്തനാക്കുന്ന വിധത്തിൽ പോളിസി ചേഞ്ച് പറ്റിയ വ്യക്തിയാണ് അദ്ദേഹം. അത് ശരിക്കും പറഞ്ഞാൽ PWDയുടെ ചരിത്രത്തിൽ വിപ്ലവാത്മകമായ ഒരു മാറ്റമാണ് ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ എനിക്ക് പ്രത്യേക ഒരു സംഗതി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ TU മൂവ്മെന്റിലും വളരെ സജീവമായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഉദ്യോഗ മണ്ഡലിലെ ഒരു പ്രമുഖമായ ഒരു സ്ഥാപനത്തില് ജോലി കൂടി ചെയ്തിരുന്നു അദ്ദേഹം എന്നാണ് ഞാൻ ഓർക്കുന്നത്. വളരെ നല്ലൊരു സ്വഭാവക്കാരനാണ്. ഞാൻ തിരുവനന്തപുരത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സെന്ററിലൊക്കെ നടത്തുന്ന സമയത്ത് അത് നിത്യസന്ദർശകൻ എന്ന നിലയിൽ തന്നെ വന്നിട്ടുള്ള ആളാണ്. ഹൃദയശുദ്ധിയുള്ള മനുഷ്യനാണ്. എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന പ്രകൃതമാണ് അദ്ദേഹത്തിനുള്ളത്. മുസ്ലിം ലീഗിന്റെ വളർച്ചയിലും വികാസത്തിലും വലിയ സംഭാവന കൊടുത്തിട്ടുള്ള നല്ലൊരു മനുഷ്യനാണ്. അത് ഞാൻ വളരെ എന്റെ സങ്കടം കാര്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ഈ വ്യവസായ മന്ത്രി എന്ന നിലയിലും പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിലും ഒരുപടി മുന്നിൽ പ്രവർത്തിച്ചു. അങ്ങനെ ഒരു നരേഷൻ അന്ന് ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന് ചില പുരസ്കാരങ്ങൾ, ചില പത്രങ്ങളുടെ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ. അദ്ദേഹത്തിന്റെ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ കണിശമായ അതിന്റെ ആ ഫ്രെയിംവർക്കിൽ നിൽക്കാതെ വിശാലമായ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് അദ്ദേഹം. മാത്രമല്ല ഇബ്രാഹിം കുഞ്ഞ് മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കേരളത്തിലെ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നവരോടൊന്ന് ചോദിച്ചാലും അല്ലാത്തവരോട് ചോദിച്ചാലും പറയും നല്ല മന്ത്രിയായിരുന്നു. നല്ല പെരുമാറ്റ രീതിയാണ്. ആള് ഒരിക്കൽ പോലും ജീവിതത്തിൽ അദ്ദേഹം ഒരു കർക്കശമായിട്ടോ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിട്ടോ വർത്തമാനം പറയുന്ന പോലെ ആരും കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് നല്ല ശുദ്ധനായ മനുഷ്യരായി. നന്ദി. ശ്രീ ഇ.ടി. മുഹമ്മദ് ബഷീർ, ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, മുൻ വിദ്യാഭ്യാസ മന്ത്രി, MP, ഏറ്റവും ഉറ്റ സഹപ്രവർത്തകനെ അനുസ്മരിക്കുകയായിരുന്നു.